ഉത്തരാവധക്കേസ് പ്രതി സൂരജിന് അടിയന്തര പരോൾ കിട്ടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന് കണ്ടെത്തൽ. അച്ഛന് ഗുരുതര രോഗമുണ്ടെന്ന് എഴുതി ചേർത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭാര്യ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയാണ് പ്രതി സൂരജ്. കോടതിയെ സ്ഥിരമായി കബളിപ്പിക്കുന്നവരാണ് സൂരജും കുടുംബവുമെന്ന് ഉത്രയുടെ പിതാവ് വിജയസേനൻ 24-നോട് പറഞ്ഞു. പുനലൂർ കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 4-ാം പ്രതി സൂര്യ കോടതിയെ കബളിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവിടെ കോടതിക്ക് പുറത്തിരിക്കുകയാണ്. ഇപ്പൊ ചെയ്ത 3 ദിവസം എന്റെ വൈഫിന്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിയെ കബളിപ്പിച്ച് പുറത്തിരിക്കുകയായിരുന്നു. സ്ഥിരമായി കോടതികളെ കബളിപ്പിക്കുകയാണ് ഇവരുടെ 4 പേരുടെയും പരിപാടി. അതാണ് പ്രതികളുടെ. അവരുടെ കൂടെ ഇഷ്ടം പോലെ പാർട്ടിക്കാരും കാര്യങ്ങളും ഉണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഉമേഷ്, എങ്ങനെയാണ് ഈ സൂരജിന്റെ നീക്കം അധികൃതർ പൊളിക്കുന്നത്? സ്വാഭാവികമായും ഇങ്ങനൊരു അപേക്ഷ വന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഉണ്ടാവും. അതിലാണോ ഇത് വ്യക്തമാവുന്നതും പിന്നീട് ഇപ്പോൾ കേസെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതും? ഉമേഷ്, റിജിത്ത്, ഇപ്പോൾ ഉത്തരവധക്കേസിൽ ഇരട്ട ജീവപര്യന്തവും 17 വർഷം അധിക തടവും വിധിച്ച് ജയിലിലാണ്, പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ ഇയാൾ ഉള്ളത്. പക്ഷേ സൂരജ് ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അടിയന്തരമായി ഒരു പരോൾ ലഭിക്കാൻ വേണ്ടി വ്യാജമായി സർട്ടിഫിക്കറ്റ്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് കേസ്. അതായത് പിതാവിന് ഗുരുതര അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ അടിയന്തരമായി തനിക്ക് പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകുന്നു. ഇതിൽ തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ ജയിൽ അധികൃതർക്ക് ഒരു സംശയം വരുന്നു. ജയിൽ അധികൃതർ തന്നെ നേരിട്ട് ഇത് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അവർ ആദ്യം ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ ബന്ധപ്പെടുന്നു. ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോൾ ഇത്തരമൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ താൻ ഈ ഗുരുതര രോഗങ്ങളുണ്ട് എന്ന് താൻ ഇതിൽ എഴുതിയിട്ടില്ല, ആരോഗ്യസ്ഥിതി മോശമാണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നുള്ള വിവരം ഡോക്ടർ തന്നെ ജയിൽ അധികൃതരെ അറിയിക്കുന്നു. ഉടൻ ജയിൽ അധികൃതർ ഈ ഹാജരാക്കിയ ഈ സർട്ടിഫിക്കറ്റ് ഡോക്ടർക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുന്നു. അത് പരിശോധിച്ച ശേഷം ഇത് താൻ എഴുതിയതല്ല എന്നുള്ള ഉറപ്പിച്ച് ഡോക്ടർ പറയുന്നു. ഇതോടുകൂടിയാണ് വ്യാജമായി ഇത്തരത്തിൽ പിതാവിന് ഗുരുതര അവസ്ഥയാണ് എന്നുള്ളത് എഴുതി ചേർത്തതാണ് എന്നുള്ള കൃത്യമായ നിഗമനത്തിലേക്ക് ജയിൽ അധികൃതർ എത്തുന്നത്. ഇതേ തുടർന്ന് പൂജപ്പുര പോലീസിൽ പരാതി നൽകി. പൂജപ്പുര പോലീസ് പ്രാഥമിക വിലയിരുത്തിയ ശേഷം ഇന്നലെ FIR രജിസ്റ്റർ ചെയ്തു. സൂരജിന്റെ അമ്മയാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജയിലിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ സൂരജിന്റെ അമ്മ ഒപ്പം ഡോക്ടർ അടക്കമുള്ളവരെ ഇനി ചോദ്യം ചെയ്യണം. എന്തായാലും ഡോക്ടർ ഇക്കാര്യത്തിൽ താൻ ഇത്തരമൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നുള്ള മൊഴി വന്നതോടുകൂടിയാണ് ഇതിന്റെ ഒരു കള്ളി വെളിച്ചത്താവാൻ സാഹചര്യം ഒരുങ്ങിയത്. എന്തായാലും സൂരജ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ടും തുടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് ഈ വ്യാജരേഖ ചമക്കൽ. സ്വാഭാവികമായി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി മൊഴിയെടുക്കൽ, ഒപ്പം ചോദ്യം ചെയ്യൽ, മറ്റ് തെളിവെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കിടക്കും. എന്തായാലും കേസിൽ ഗുരുതര സ്വഭാവമുള്ള കേസാണ്. കാരണം വ്യാജരേഖ ചമക്കലാണ്, അതും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, സർക്കാർ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം ഗൗരവത്തോടു തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. രജിത്ത്, ശരി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.